ഹായ് നമസ്കാരം. ഞാൻ പി കെ വ്ളോഗ് പ്രതീക്ഷയാണ്. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാൻസ് പ്രോഗ്രാം ഒരു അരങ്ങേറ്റമാണ്. കോങ്ങാട് അമൃതകല ക്ഷേത്ര നൃത്ത വിദ്യാലയത്തിലെ ഇപ്പോൾ പുതിയതായിട്ട് പഠിച്ചിറങ്ങിയ മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം അവരെ ഗുരുവായൂർ വെച്ച് അരങ്ങേറ്റം നടന്നിരുന്നു. അതിൻ്റെ നമ്മളെ പ്രസ്തുത ഭാഗങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് വെച്ചാൽ മോഹിനിയാട്ടത്തെക്കുറിച്ചാണ്. അപ്പോൾ മോഹിനിയാട്ടത്തിൽ ഏറ്റവും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രായം കൂടിയവരും പ്രായം കമ്മിയുള്ളവരും കളിക്കുന്നുണ്ട്. പക്ഷേ അത്ഭുതം തോന്നിയ ഒരു കാര്യം കൂടിയിട്ടാണ്, ഏകദേശം 75 വയസ്സ് കഴിഞ്ഞ ഒരു ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർഡ് ചെയ്ത ഒരു മേഡം നമ്മളിതിൽ കളിക്കുന്നുണ്ട്. മോഹിനിയാട്ടത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് പുതിയൊരു കാൽവെപ്പാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും നമ്മളെ വരുന്നുണ്ട്. നമ്മൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ഒരു അത്ഭുതമാണ് അവർക്ക് പറയുന്നത്. കാരണം അവർ പറയുമ്പോൾ അവരുടെ വാക്കുകൾ കിട്ടുന്നില്ല. ഇടയിലിടയിൽ അവർ പറയുന്നത് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത ഒരു അത്ര അത്ഭുതമായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട് ഏറ്റവും ഒരു നല്ലൊരു ഗുരുത്വം എന്ന് പറയുന്നത് ടീച്ചറാണ്, ലതാ ടീച്ചറാണ്. അമൃതകലാ ക്ഷേത്രത്തിൽ നൃത്ത വിദ്യാലയത്തിലെ ലതാ ടീച്ചറാണ്. അവരെക്കുറിച്ചാണ്. അവരൊരു റിലേറ്റീവ്സും കൂടിയാണ്, കസിനായിട്ട് വരും. തിരുവാതിരകളി പഠിച്ചു, അതുപോലെ കഥകളി പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, കഥകളി പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബുക്ക് വായന, രചന, അതുപോലെ അങ്ങനെ ഒരുപാട് മേഖലകളിൽ മാഡം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് വാക്കുകൾ കിട്ടാതെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പറയുന്നതിനെ കട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അത് ഇട്ടുണ്ട്. ആ എക്സൈറ്റ്മെൻറ്റ് അത്രയും അത്ഭുതത്തോട് കൂടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ കട്ട് ചെയ്യാതെ അങ്ങനെ ഇട്ടിട്ടുന്നുണ്ട്. അത് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞാണ്, കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ എനിക്കത് എന്തോ കട്ട് ചെയ്യാൻ മനസ്സ് വരുന്നില്ല. കാരണം അവരൊരു എക്സൈറ്റ്മെൻറ്റ്, അവരൊരു അത്ഭുതം നിറഞ്ഞൊരു വാക്കുകളാണ്. അപ്പോൾ കൂടുതലാണ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോ ആയിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് താഴെ തന്നെ ബെല്ലൈക്കൻ ബട്ടൺ ഉണ്ടാവും, ഓൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അയയ്ക്കുക. ഇനി കാണാത്തവർക്കായിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരങ്ങേറ്റത്തിൻ്റെ വീഡിയോകൾ സ്റ്റെപ്പായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വീഡിയോസ് ഉണ്ട് ഇപ്രാവശ്യം നടന്നത്. ഏകദേശം നമ്മൾ 25-ാം തീയതി നടന്ന ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ. അവിടുന്ന് ഡെപ്യൂട്ടി കളക്ടറായി റിട്ടയർ ചെയ്തു. അതിനുശേഷം ഒരുപാട് പാഷനായിട്ട് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ്, പുരാണ പാരായണം ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കഥകളി പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വന്നത്. അങ്ങനെ കഥകളി പഠിച്ച് കഴിഞ്ഞ 8 മാസം മുമ്പ് ഇവിടെ കഥകളി അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ കസിൻ തന്നെ ആയിട്ടുള്ള ലതാ ചങ്ങരത്തിൻ്റെ കൂടെ ലതാ ചങ്ങരത്തിൻ്റെ ഗുരുത്വത്തിൻ്റെ മുകളിൽ ഞങ്ങൾ മോഹിനിയാട്ടം പഠിക്കാൻ എനിക്ക് പെട്ടെന്നാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ അത് കഥകളി കഴിഞ്ഞ ശേഷമാണ് ലതാ ചങ്ങരത്ത് ഞങ്ങളുടെ കസിനും കൂടിയാണ്. ആ കുട്ടി ചോദിച്ചു, ചേച്ചി മോഹിനിയാട്ടം കൂടി പഠിക്കൂ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ആ കുട്ടിയുടെ കീഴിൽ മോഹിനിയാട്ടം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഒരു ഗൗരീശം പറഞ്ഞ ഒരു തിരുവാതിര കളി ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലത്തെ കുറച്ച് മെമ്പേഴ്സും കൂടിയിട്ട് മോഹിനിയാട്ടം പഠിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ 7 പേരും കോങ്ങാടിന് ലതാ ചങ്ങരത്തിൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റ് കൂടി ആയിട്ടുള്ള ഡോക്ടർ ഐശ്വര്യയും കൂടി ഞങ്ങൾ 8 പേര് കൂടിയിട്ട് ഇപ്പോൾ ഇവിടെ അരങ്ങേറ്റം ചെയ്യുന്നു. എൻ്റെ പാഷനായിട്ടാണ് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ്, കഥകളി, മോഹിനിയാട്ടം, പുരാണ പാരായണം എല്ലാം കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഒരു മിനിറ്റ് പോലും വെറുതെ എനിക്കറിയില്ല, പുള്ളി എനിക്ക് വെച്ചിട്ടാണ്. ഭഗവാന്റെ സഹായം കൊണ്ട് ഇങ്ങനെയൊക്കെ പോകും.
ഗണനായകം